ഗ്രന്ഥകർത്താവ് സഖാവ് എം പി വീരേന്ദ്രകുമാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ഇരുൾ പരക്കുന്ന കാലം എന്നതാണ് ഈ കൃതിയുടെ പേര്. ഈ കൃതിയുടെ പ്രകാശനത്തിന് സാധാരണയിൽ കവിഞ്ഞ മാധ്യമ ശ്രദ്ധയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഈ കൃതിയുടെ രചയിതാവ് ശ്രീ എം പി വീരേന്ദ്രകുമാറും പ്രകാശനം നിർവഹിക്കുന്നത് ഞാനും ആണെന്നതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരിൽ ചിലർ വെച്ചു പുലർത്തുന്ന ധാരണ പിശകാണ് ഇതിന് പ്രധാന കാരണമായി വന്നിട്ടുള്ളത്. അവർ പലരും ധരിക്കുന്നത് ഞങ്ങൾ വലിയ ശത്രുക്കളാണ് എന്നാണ്. ശത്രുവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന നിലയിലാണ് അവരിൽ പലരും ഈ ചടങ്ങിനെ കാണുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ ചടങ്ങിന് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാറിനോട് എനിക്ക് വ്യക്തിപരമായി ഒരുവിധ ശത്രുതയുമില്ല എന്നത് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന് എന്നോടും അങ്ങനെ തന്നെയാണ് എന്നതാണ് എൻ്റെ ഉറച്ച ധാരണ. ശത്രുതയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന ഇത്തരം രചനാപരമായ കാര്യങ്ങളോട് എനിക്ക് ബഹുമാനവുമുണ്ട്. വീരേന്ദ്രകുമാറിനോട് ശത്രുതയില്ല എന്ന് പറയുമ്പോൾ ഒരുവിധ വിയോജിപ്പുമില്ല എന്നതിനർത്ഥമില്ല. വിയോജിപ്പുണ്ട്, അത് വ്യക്തിപരമല്ല, രാഷ്ട്രീയത്തിലുള്ളതാണ്. അദ്ദേഹത്തിന് എന്നോടും വ്യക്തിപരമായി അല്ല വിയോജിപ്പ്, രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ തലത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾ തമ്മിലുണ്ട്. ഇതാണ് യഥാർത്ഥ വസ്തുത. അതിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പരസ്പര പരിഭവവുമില്ല. രാഷ്ട്രീയമായി വിയോജിപ്പുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ട് പാർട്ടികളിൽ നിൽക്കുന്നത്. അത് സ്വാഭാവികമായി ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിയോജിക്കുന്ന മേഖലകളുണ്ട്, അത് മറച്ചു വെക്കേണ്ടതില്ല. യോജിപ്പുള്ള മേഖലകളുണ്ട്, അത് വിളിച്ചു പറയേണ്ട കാര്യവും ഇല്ല. ഈ നിലക്കുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത്. പരസ്പരമുള്ള സ്നേഹവിശ്വാസത്തിലും ആദരവിലും അടിസ്ഥാനമാക്കിയുള്ളതാണ് ആ ബന്ധം. ഞങ്ങളുടെ ബന്ധം ഇത്രത്തോളം എത്തിയത് യോജിച്ചും വിയോജിച്ചും തന്നെയാണ്. യോജിപ്പിൻ്റെ തലം ഒരു കാലത്ത് ഒരേ ജയിലറയിൽ കഴിയുന്നിടം വരെ ഞങ്ങൾ ആ ജയിൽവാസം അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. ഒരുമിച്ച് തടവിൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബന്ധത്തിന് സാധാരണയിൽ കവിഞ്ഞ വലിയ ദൃഢതയുണ്ടാവും. ഒരേ ലക്ഷ്യം പങ്കിട്ട് ഒരേ മൂല്യം മുൻനിർത്തി ഒരുമിച്ച് തടങ്കലിൽ കഴിയുക. എന്നെങ്കിലും പുറത്തു വരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച്
ഒരു നിശ്ചയവും ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ള ബന്ധത്തിന് വലിയ ശക്തിയാണ്. അത് നമ്മുടെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. എപ്പോഴെങ്കിലും ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും ഈ പറഞ്ഞ ജയിലറ ബന്ധത്തിൻ്റെ അസ്വാരസ്യങ്ങളൊക്കെ ഇല്ലാതാക്കും എന്നതാണ് യഥാർത്ഥ നില. കാരണം ആ ജയിലറയുടെ ശക്തി അത്രത്തോളമാണ്. ആ ശക്തി കൊണ്ടാണ് ഈ പറയുന്ന അസ്വാരസ്യങ്ങൾ ഇല്ലാതാവുക. ഇവിടെ രാഷ്ട്രീയമായ വിയോജിപ്പിൽ അസ്വാഭാവികത ദർശിക്കേണ്ടതായിട്ടില്ല. സഖാവ് വീരേന്ദ്രകുമാർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഈ സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവർ തമ്മിൽ എല്ലാ കാലത്തും യോജിപ്പിൻ്റേതും വിയോജിപ്പിൻ്റേതുമായ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. സഖാവ് വീരേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ഒന്നിച്ച് ജയിലിൽ കഴിഞ്ഞതാണെങ്കിലും പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം LDF വിട്ട് UDF പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. അനുകൂലിച്ചപ്പോഴും എതിർത്തപ്പോഴും ഞങ്ങൾ വീരേന്ദ്രകുമാറിന് അർഹതപ്പെട്ട മുഴുവൻ ആദരവും നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത് കാണാതിരിക്കരുത്. ഇവിടെ സഖാവ് CP അബൂബക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാതെ ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കാനിടയാവുന്നത്. വളരെ ചുരുക്കമായി പരിശോധിച്ചാൽ അവ എന്തൊക്കെയാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഒന്ന്, മതനിരപേക്ഷത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തെയും ഒരുമയെയും തകർക്കുന്ന വർഗീയ വിധ്വംസക ശക്തികളെ ചെറുത്തു തോൽപ്പിക്കൽ, ഇക്കാര്യത്തിൽ ദൃഢവ്രതത്തോടെയുള്ള ഒരേ നിലപാട് സഖാവ് വീരേന്ദ്രകുമാർ തുടർച്ചയായി സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗോളവൽക്കരണ രാഷ്ട്രീയം, സാമ്രാജ്യത്വത്തിൻ്റെ ആഗോളവൽക്കരണ ഗൂഢാലോചന തുറന്നു കാട്ടുന്നതിൽ മികവുറ്റ സംഭാവനയാണ് വീരേന്ദ്രകുമാറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ദേശീയ സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളെ ഉണർത്താൻ എപ്പോഴും നിതാന്ത ജാഗ്രത വീരേന്ദ്രകുമാർ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി വിവേക രാഷ്ട്രീയം. ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾ കുടിവെള്ളം പോലും ചോർത്തുന്നതിനെക്കുറിച്ച് പഠിച്ച് സമരരംഗത്തിറങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. പരിസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വികസനം എന്നത് നിരന്തരം അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും. അതിന്
അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലാണോ മുന്നണിയിലാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആ നിലപാടുകളെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യും. നല്ലതിനെ നല്ലതായി കാണുന്നതാണ് ഞങ്ങളുടെ രീതി. ഇങ്ങനെ ആദരിക്കേണ്ടതിനെയൊക്കെ ആദരിക്കുമ്പോൾ തന്നെ വിയോജിപ്പുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. അത്തരമൊരു രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. വിയോജിപ്പ് തുറന്നു പറയുന്നത് അദ്ദേഹത്തിന് പ്രിയമാണോ അപ്രിയമാണോ അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ആലോചിക്കാറില്ല. എന്താണോ യഥാർത്ഥ നില അത് ഞങ്ങൾ വെളിപ്പെടുത്താറുണ്ട് എന്ന് മാത്രം. ഏതായാലും അപ്രിയം ഉണ്ടായാൽ തന്നെ അതൊരു തരത്തിലും വിദ്വേഷമായി മാറില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. വിയോജിപ്പുകൾ ഇപ്പം മാത്രമല്ല മുൻപും ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സാഹചര്യം, അന്നത്തെ ജനസംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ചില മുന്നറിയിപ്പുകൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ നൽകിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. BJPയെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. പക്ഷേ BJP എതിർക്കുന്നതിന് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് BJP എതിർക്കുന്ന നിലയുണ്ടായാൽ എങ്ങനെയിരിക്കും? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്യധികം ആപത്ത് വിതച്ചിട്ടുള്ള നവ ഉദാരവൽക്കരണ നയം, അഴിമതി, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്ന നിലപാടുകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സഖാവ് വീരേന്ദ്രകുമാർ തന്നെ എതിർത്തതാണ് ഘാട്ട് കരാർ, പേറ്റന്റ് നിയമ ഭേദഗതി, ബൗദ്ധിക സ്വത്തവകാശ നിയമ ഭേദഗതി. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ആഗോളവൽക്കരണ നടപടികൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വലിയ തോതിൽ അമേരിക്കൻ വിധേയത്വം കാണിക്കുന്നത്, ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിന് ബാധകമായിട്ടുള്ളതാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് BJPയും മാറി നിൽക്കുന്നില്ല. അത് ഇന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ BJPക്കും അതേ നയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുത്താൽ, ബാബറി മസ്ജിദ് തകർത്ത കാര്യം ഞങ്ങൾ എത്രയോ വേദികളിൽ കൂട്ടായി തന്നെ ആ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണെങ്കിൽ ആ തകർക്കുന്നതിന് മൗനത്തിലൂടെ കൂട്ടുനിന്നത് കോൺഗ്രസ് ആണ് എന്ന് രാജ്യത്തിനാകെ അറിയാം. അപ്പോൾ വർഗീയതയുടെ കാര്യത്തിൽ നാം എതിർപ്പുയർത്തുമ്പോൾ നവ ഉദാരവൽക്കരണത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിർത്താൻ ശരിയാവില്ല. വർഗീയതയെയും നവ ഉദാരവൽക്കരണത്തെയും ഒരേ സമയം എതിർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ വലതുപക്ഷ ശക്തികളാണിത്. ആ വലതുപക്ഷ ശക്തികൾക്കെതിരെ ഒരു ബദൽ നയം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ബദൽ നയം ഉയർത്താനുള്ള പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിക്കാനുള്ള ഒരു വിഭാഗമാണ് സോഷ്യലിസ്റ്റുകാർ. ആദ്യഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും യോജിച്ചും വിയോജിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നീങ്ങിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകാരുമായുള്ള വിയോജിപ്പ് നിലനിൽക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം സോഷ്യലിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും ഒന്നായി നിന്നുകൊണ്ട് പൊരുതിയിട്ടുമുണ്ട്.
അപ്പോൾ സോഷ്യലിസ്റ്റുകാരുടെ സ്വാഭാവിക സ്ഥാനം എവിടെയാണ്? അത് ഇടതുപക്ഷത്താണ്. അതിനെപ്പറ്റി യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. അത് ഇടതുപക്ഷത്ത് ഉറപ്പിച്ചിട്ടുള്ള സ്ഥാനമാണ് സോഷ്യലിസ്റ്റുകാരുടെ. അപ്പോൾ സോഷ്യലിസ്റ്റുകാരെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്താണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെത്തണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. പുനരാലോചിക്കേണ്ടത് പുനരാലോചിക്കുക തന്നെ വേണം. കാലത്തിൻ്റെയും അതേപോലെ തന്നെ ജനതയുടെയും പ്രതീക്ഷക്കൊത്ത് ശരിയായ നിലപാട് എടുക്കലാണ് പ്രധാനം. നാടും ജനങ്ങളും നേരിടുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് ശ്രീ വീരേന്ദ്രകുമാറിനുള്ളത്. ആ മനസ്സാണ് ഈ കൃതിയിൽ, ഈ ഇരുൾ പരക്കുന്ന കാലം എന്ന കൃതിയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ഇരുട്ട് ഏതൊക്കെ ദിശകളിൽ നിന്ന് എങ്ങനെ നമ്മെ ഗ്രസിക്കുന്നുവെന്ന് ഈ കൃതിയിൽ കൃത്യമായും വ്യക്തമാക്കിയിട്ടുണ്ട്. അസഹിഷ്ണുതയുടെയും വർഗീയ വിദ്വേഷത്തിൻ്റെയും ഇരുട്ട് പരക്കുന്നതിനെക്കുറിച്ചാണ് ഈ കൃതിയിലെ ആദ്യ ലേഖനം. അതിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ് അസഹിഷ്ണുതയുടെ ഇരുൾ പരക്കുന്ന കാലം എന്ന രണ്ടാമത്തെ ലേഖനം. നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് നേരെ തുടർച്ചയായാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. ആ ആക്രമണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നരേന്ദ്ര ദാബോൽക്കറും ഗോവിന്ദ് പൻസാരയും കൊൽബുർഗിയും തുടങ്ങിയവർ വർഗീയ ഭ്രാന്തന്മാരെ കൊല ചെയ്തത് എന്തിന് എന്നതിനുള്ള ഉത്തരം ഈ കൃതിയിലുണ്ട്. മൗലികവും യുക്തിസഹവുമായ ചിന്തകളോടുള്ള അസഹിഷ്ണുത, അത്തരം ചിന്തകളെ തല്ലിക്കെടുത്താനുള്ള വ്യഗ്രത, അതാണ് കൊലയിലേക്ക് നയിച്ചത്. അതോടൊപ്പം ഈ അസഹിഷ്ണുത എങ്ങനെ നാസിസത്തിൻ്റേതിന് സമാനമാവുന്നു എന്ന് ഈ രണ്ട് ലേഖനങ്ങളിലൂടെ സംശയാതീതമായി വ്യക്തമാക്കുന്നുണ്ട്. ദാദ്രി സംഭവം, അതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച മൗനം, ആ മൗനത്തിൻ്റെ അർത്ഥം, ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ മന്ത്രിമാർ, മന്ത്രിസഭയിലെ അംഗങ്ങൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അണികൾ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ പാടവത്തോടെ വീരേന്ദ്രകുമാർ ഇതിൽ അപഗ്രഥിക്കുന്നുണ്ട്. എ കെ രാമാനുജന്റെ 300 രാമായണങ്ങൾ എന്ന കൃതിക്കെതിരായി നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. 1987 ആ കൃതി പുറത്തു വന്നത്. ആ കൃതിയെക്കുറിച്ച് 2.5 പതിറ്റാണ്ട് കാലം ഒരു തരത്തിലുള്ള ബഹളവും ഉണ്ടായില്ല. സംഘ്പരിവാർ കേന്ദ്രത്തിലെ അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഉയർന്നു വരുന്നുവെന്ന് വന്ന ഘട്ടത്തിലാണ് ഈ കൃതിയെ ചൊല്ലി വിവാദം ഉയർത്തിയത്. അപ്പൊ അധികാരം പിടിക്കാനുള്ള ഉപകരണമാക്കി ചരിത്ര കൃതിയെപ്പോലും സംഘപരിവാർ ഉപയോഗിക്കുകയാണ്. നിരവധി കൃതികൾ
നിരോധിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ഹനിക്കുകയാണ്. അത്തരം കൃതിയിൽ എന്തെങ്കിലും അപകടമുണ്ടായതുകൊണ്ടല്ല, അത്തരം കൃതികളെ വർഗീയ വിദ്വേഷം കുത്തിപ്പൊക്കാനുള്ള ഉപകരണങ്ങളായാണ് സംഘപരിവാർ കാണുന്നത്. മാതൃഭൂമിയിൽ എഴുതിയപ്പോൾ എം ബഷീറിനെതിരായി വർഗീയവാദികൾ ബഹളമുണ്ടാക്കിയത് ഇതിൽ വീരേന്ദ്രകുമാർ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പലസ്തീൻ പ്രശ്നം, ഗാസ കത്തുന്നു, ലോകമുറങ്ങുന്നു എന്ന ലേഖനത്തിൽ പലസ്തീനികളുടെ നിസ്സഹായാവസ്ഥ, അവരെ നിഷ്ഠുരമായി ആക്രമിച്ചു കൊല്ലുന്ന ഇസ്രയേലിൻ്റെ ധാർഷ്ട്യം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ധാർഷ്ട്യത്തിന് ശക്തി പകരുന്ന അമേരിക്കയുടെ കാപട്യം ശരിയായ രീതിയിൽ തന്നെ അദ്ദേഹം തുറന്നു കാട്ടുന്നുമുണ്ട്. ഇതോടൊപ്പം പരിശോധിക്കേണ്ട ഒരു കാര്യവും രാജ്യത്തിലെ ജനങ്ങൾ ഓർമ്മിക്കേണ്ടതുമായ ഒരു കാര്യം ശരിയായ രീതിയിൽ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഇന്ത്യയുടെ മാറിയ മനോഭാവമാണ്. അത് കൃത്യമായ നിലയിൽ അപഗ്രഥിക്കുന്നുണ്ട്. പ്ലാച്ചിമട മുതൽ ഡിട്രോയിറ്റ് വരെ ഇത് മുതലാളിത്തവും സാമ്രാജ്യത്വവും എത്ര ക്രൂരമാം വിധം മനുഷ്യത്വരഹിതമാവും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലേഖനമാണ്. അത് കൃത്യമായി തുറന്നു കാണിക്കുകയാണ്. കുടിവെള്ളം മനുഷ്യന്റെ മൗലികാവകാശമല്ല എന്ന കോടതി വിധി, അത്തരമൊരു വിധി കോടതി പുറപ്പെടുവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഖമില്ലാത്ത അമേരിക്ക, മുഖമുള്ള ഇറാഖ് എന്ന ലേഖനം. സംസ്കാരത്തിൻ്റെ ചരിത്രം കൊണ്ട് അതിധന്യമായ ഒരു രാജ്യമാണ് ഇറാഖ്. ആ രാജ്യത്തെയാണ് സംസ്കാരത്തിൻ്റെ ചരിത്രമേ അവകാശപ്പെടാനില്ലാത്ത അമേരിക്ക ചുട്ടെരിച്ചത്. അതിനിടയാക്കിയ രാഷ്ട്രീയ കാരണങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് ഈ പോക്ക് എങ്ങോട്ട്? ഇത് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് വംശീയാടിസ്ഥാനത്ത് നടത്തിയ നരമേധം, അതിൽ സംസ്ഥാന അധികാരം വഹിച്ച പങ്ക്, ഇതെല്ലാം കൃത്യമായി വരച്ചു കാട്ടുകയാണ്. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ, ആഗോളീകരണം അതിൽ വരുന്നുണ്ട്, ന്യൂനപക്ഷ ധ്വംസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ സഖാവ് CP അബൂബക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്ര പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്ന ലേഖനങ്ങളാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ രാമന്റെ ദുഃഖം, ഇത് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എങ്ങനെ വായിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ അതിനുയരുന്ന ചോദ്യം രാജ്യത്തിൻ്റെ മനസ്സിൽ മുഴങ്ങേണ്ട ചോദ്യമാണ്. അപ്പോൾ പ്രത്യേകത രാജ്യത്തിൻ്റെ മനസ്സിൽ മുഴങ്ങേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതാണ്. അതും സഖാവ് വീരേന്ദ്രകുമാരുടെ രചനയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പറഞ്ഞു, ഘാട്ടും കാണാച്ചരടുകളും
നേരത്തെ വീരേന്ദ്രകുമാർ എഴുതിയ പുസ്തകം നമ്മുടെ സമൂഹമാകെ ശ്രദ്ധിച്ച ഒന്നായിരുന്നു. ഘാട്ട് കരാറിൻ്റെ പശ്ചാത്തലത്തിൽ അധിനിവേശത്തിൻ്റെ കാണാച്ചരടുകൾ വായനക്കാർക്ക് ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്ത ഒരു പുസ്തകമായിരുന്നു അത്. ഇപ്പോൾ സ്വകാര്യവൽക്കരണം, അതോടൊപ്പം ഉദാരവൽക്കരണ നടപടികൾ, ആഗോളവൽക്കരണ നയം, ഈ നയങ്ങളിലൂടെ സാമ്രാജ്യത്വത്തോട് നമ്മുടെ അധികാരി വർഗം ശൃംഖരിക്കുകയാണ്. അങ്ങനെ സാമ്രാജ്യത്വത്തോട് ശൃംഖരിക്കുന്ന അധികാരി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്, ആ അധികാരവർഗത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് വീരേന്ദ്രകുമാർ ശരിയായ രീതിയിൽ തുറന്നു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും എതിരെയുള്ള നിലപാട് തുടർച്ചയായി അദ്ദേഹം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഈ ആശയം, ആ ഒരു രാഷ്ട്രീയം കേവലം ഒരു ആശയമായി മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല. സ്വാഭാവികമായും അതിനനുസൃതമായ പ്രായോഗിക നിലപാടുകൾ ഉണ്ടാകും. ഇവിടെ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കാലം വീണ്ടും ഇരുളുകയാണ്. അമിതാധികാര പ്രവണതയുടെ കാലത്തായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജയിലിലായിരുന്നു. ഇപ്പോൾ അമിതാധികാര പ്രവണതയോടൊപ്പം ഫാസിസ്റ്റ് പ്രവണതകളും ഒരുമിച്ച് വരികയാണ്. വീണ്ടും കാലത്തെ ഇരുട്ട് നിറഞ്ഞതാക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് നിന്ന് പൊരുതേണ്ട കാലം വീണ്ടും വരുന്നു എന്നാണ് അതിനർത്ഥം. അത്തരം ഒരു കാലമുണ്ടാകുമ്പോൾ അതിനെതിരായ പോരാട്ടം ഉണ്ടാകുന്നതിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ല. ആഗോളവൽക്കരണത്തിന് ബദലില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നൊരു കാലമാണിത്. അവിടെയാണ് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിയേണ്ടത് ബദലുണ്ട് എന്ന്. ആഗോളവൽക്കരണത്തിന് ബദലുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ഒരു കാലമാണിത്. അതിനുള്ള ശ്രമങ്ങൾ ഊർജം പകരുന്ന കൃതിയാണ് ഈ കൃതി, ഇരുൾ പരക്കുന്ന കാലം. ഇരുൾ പരക്കുന്ന കാലത്ത് ആവശ്യമുള്ളത് ഇത്തരം വെളിച്ചം പരത്തുന്ന കൃതികളാണ്. ആഗോളവൽക്കരണത്തിനും അധിനിവേശത്തിനും വർഗീയ ഫാസിസ്റ്റ് പ്രവണതകൾക്കുമെതിരെ ചിന്തകൾ പടർത്തുന്ന ഈ കൃതി പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ഈ കൃതിക്ക് നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് വിപുലമായ സ്വീകാര്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രന്ഥകർത്താവ് ശ്രീ MP വീരേന്ദ്രകുമാറിനെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ കൃതി ചിന്തക്ക് നൽകാൻ സന്നദ്ധമായതിനെയും അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ഈ കൃതി പ്രസിദ്ധീകരിച്ച ചിന്തയെ അനുമോദിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന സഖാവ് CP അബൂബക്കർ, ഈ ചിന്തയുടെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത സഖാവ് പിണറായി വിജയൻ, TN സീമ, ഉണ്ണി, രാധാകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സഖാക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലപ്പോഴും എഴുതിയ എൻ്റെ രചനകൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഇത്രക്കധികം പ്രസിദ്ധീകരണം കിട്ടിയ ഒരു പ്രകാശന ചടങ്ങ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. കുറേ ദിവസമായി ആര് കണ്ടാലും ചോദ്യം ഇത് തന്നെയാണ്. പിണറായി വിജയൻ വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അതിലാണ് എല്ലാവർക്കും അത്ഭുതമുള്ളത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരുപക്ഷെ ഇവിടെ ഈ സദസ്സിൽ സഖാവ് പിണറായി വിജയനുമായി ഏറ്റവും കൂടുതൽ കാലം ഒന്നിച്ച് സഹകരിച്ച ആൾ ഞാൻ മാത്രമായിരിക്കും സദസ്സിൽ. ഞങ്ങൾ ജയിലിൽ ഒന്നിച്ചിരുന്ന ആളുകളാണ്. 10 മാസം ഞാൻ ഉണ്ടായിരുന്നു, 18 മാസം 17 മാസം അദ്ദേഹം ജയിലിലായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ പല യോഗങ്ങളിലും സഖാവ് പിണറായി അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം സഹിച്ച മർദ്ദനങ്ങൾ, അദ്ദേഹം നേരിട്ട ഭീകരാനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. വാചാലമായി പറയുന്നതായിരുന്നില്ല, ആത്മാർത്ഥമായി പറഞ്ഞതാണ്. നമ്മളൊക്കെ ജയിലിൽ പോയത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ജൂലൈ 1975 ജൂലൈ 5 or 8 തീയതി ഓർമ്മയില്ല. അന്ന് കിഡ്സൺ ഹോട്ടലിൽ പ്രതിപക്ഷ ഏകോപന സമിതിയുടെ യോഗം നടന്നിരുന്നു. ഞാനായിരുന്നു എൻ്റെ കൺവീനർ. അവസാനമായി EMSഉം AKGയും എല്ലാവരും ഒന്നിച്ചിരുന്ന യോഗം അതായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയം മാറി. പക്ഷെ ആ യോഗത്തിൽ പല നേതാക്കളും ഉണ്ടായിരുന്നു. പക്ഷെ ജയിലിൻ്റെ പ്രശ്നം വന്നപ്പോൾ പലരും മന്ത്രിസഭയിലായി, ഞങ്ങളൊക്കെ ജയിലിലുമായി. അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാവുക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നത് കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. ഭരണവും സൗകര്യങ്ങളും മാത്രമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അതിനൊക്കെ എതിരായി പലരും പ്രവർത്തിച്ചിട്ടുണ്ട്, പലരും രക്തസാക്ഷികളായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒന്നിച്ചു നിന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ വർഗീയതയെക്കുറിച്ച് പറഞ്ഞു സഖാവ് പിണറായി വിജയൻ. അതേക്കുറിച്ച് പറഞ്ഞത് വാചാലനായിട്ടല്ല, ആ പോരാട്ടത്തിൽ പങ്കുവഹിക്കേണ്ടത് ആവശ്യമാണെന്ന്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി നിശബ്ദത പാലിക്കുന്നത് രാഷ്ട്രത്തോടും സമൂഹത്തോടും ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ്റെ. ആ ബോധം അദ്ദേഹത്തിനുള്ളതായി നിങ്ങൾക്കറിയാം. വാക്കുകൾ പ്രതിഫലിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇവിടെ പിന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആരൊരാൾ പറഞ്ഞു അത്രേ, സമൂഹം മുഴുവൻ ഒരഭിപ്രായം പറയുകയും ഒരാൾ മാത്രം വിഭിന്നമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്താൽ വിഭിന്നമായ അഭിപ്രായം രേഖപ്പെടുത്തിയ ആളുടെ അഭിപ്രായങ്ങൾ അടിച്ചമർത്താൻ സമൂഹത്തിന് അവകാശമില്ല. അവകാശമുണ്ടെന്ന് നമ്മൾ അവകാശം അനുവദിച്ചു കൊടുത്താൽ, ആ വ്യക്തിക്ക് പരമാധികാരം കിട്ടിയാൽ, സമൂഹത്തിൽ നിശബ്ദമാക്കി കളഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടതായി വരും. നമ്മളതൊരു ഈ സമൂഹം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നു. ഇന്ത്യ വിഭജിച്ചിട്ടുണ്ട്. അതിന് കാരണം ഏതെങ്കിലും പ്രത്യേക സമൂഹമല്ല. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പല ഘട്ടങ്ങളിലും ജയിച്ചത്
യാഥാസ്ഥിതികരാണ്. ഗാന്ധിജിയും ഗഫർ ഖാനും തോറ്റപ്പോൾ ഗോൾവാൾക്കറും ജിന്നയും ജയിച്ചിട്ടുണ്ട്. യാഥാസ്ഥിതികരുടെ വിജയമായിരുന്നു അത്. ഈ രാജ്യത്തിൽ വിവിധ സംസ്കാരങ്ങളും ഉപസംസ്കാരങ്ങളും ഉണ്ട്. ലോകത്തിൽ പല രാഷ്ട്രങ്ങളും പലതായിട്ടുണ്ട്. സമൂഹങ്ങൾ ഭിന്നിച്ചിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങളും ഉപസംസ്കാരങ്ങളും ഭാഷകളും വൈവിധ്യങ്ങളും എല്ലാമുള്ള ഈ രാജ്യം ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊന്നിച്ചു നിൽക്കണോ നമ്മൾ തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. ഇവിടെ ഈ സമൂഹത്തെ എങ്ങനെ കാണണം? ഇന്ന് ഈ രാജ്യത്തിൻ്റെ അവകാശികൾ ആരാണെന്നതിനെ കുറിച്ചാണ് ചർച്ച. ഈ രാജ്യം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറയുന്നത്. ആ ഹിന്ദുക്കൾ ആരാണ്? ഞാൻ കുറച്ച് ദിവസം ബീഹാറിലുണ്ടായിരുന്നു. ചില ഗ്രാമങ്ങളിലൊക്കെ പോയി. വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾ അവർ സംസാരിക്കുന്നത് കേട്ടു ഞാൻ. वो दलित हिंदू नहीं है. ഒരാളോട് ചോദിച്ചാണ് ദളിത് ഹിന്ദു नहीं है. वो दलित कौन है? दलित वो ब्राह्मण हिंदू है ना. എന്നൊരാളെ ചോദിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ദേശീയാടിസ്ഥാനത്ത് ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയി. അവിടെ ഒരു ദലിതന്റെ വീട്ടിൽ പോയി. ആ ദലിതൻ സ്വന്തം മകനെ അവരുടെ അച്ഛനും അമ്മയും കഴുത്തിൽ കയറി കെട്ടി തൂക്കിക്കൊന്ന സംഭവമായിരുന്നു അത്. ആ ദലിതന്റെ മകൻ ഒരു ഉയർന്ന സമുദായത്തിൽ ജനിച്ച പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നുള്ളതാണ് കുറ്റം. ഞാൻ ചോദിച്ചു, ക്യാ ഹോ ഗയാ? ദലിതേന, ഞങ്ങൾ ദലിതരാണ്, ഞങ്ങൾക്ക് അവകാശമുണ്ടോ സ്നേഹിക്കാൻ? ആരാണ് ഹിന്ദു രാജ്യത്ത്? അത് അന്ന് അവസാനിച്ചു എന്ന് വിചാരിച്ചു. ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി ഈ ഭരണമാറ്റത്തിന് ശേഷം ഈ പ്രശ്നങ്ങൾ പൊന്തി വന്നു. ഒളിച്ചും തെളിച്ചും പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി പറയാൻ തുടങ്ങി. മുമ്പ് പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ. മൂഞ്ചയുടെ കാലം മുതൽക്ക് ഇങ്ങോട്ടുള്ള. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, എൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ ഇവിടെ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. വിവേകാനന്ദൻ ഷിക്കാഗോയിൽ വെച്ച വെള്ളക്കാർ ഭരിച്ചിരുന്ന കാലത്ത് നമ്മളെയൊക്കെ മറ്റൊരു കണ്ണിൽ കൂടി കണ്ടിരുന്നൊരു ആ യുഗത്തിൽ അദ്ദേഹം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു അത്ര. അതുപോലെ കാര്യമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സഹോദരി സഹോദരന്മാരെന്ന് വെള്ളക്കാരെ വിളിച്ചു, ഒരു ഇന്ത്യക്കാരന് കർത്തവർഗത്തിൽപ്പെട്ടവർ. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് റാം കെ ബച്ചോ അവർ ഹറാം കെ ബച്ചോ. രാമന്റെ മക്കളെ, തന്തയില്ലാത്തവന്റെ മക്കളെ. ആരാണ് തന്തയില്ലാത്തവൻ മക്കളെ രാജ്യത്ത്? പറഞ്ഞത് പാർലമെന്റ് അംഗമാണ്. പാട്നയിൽ ഞാൻ കേട്ടു ഒരാളുടെ പ്രസംഗം. എവിടെയോ ഒരു ദലിതൻ അമ്പലത്തിൽ പോയത്രേ. ഇത് 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല. അദ്ദേഹത്തെ ചുട്ടുകൊന്നു എന്നാണ് പറയുന്നത്. അതിന് ന്യായീകരിച്ചത് ആരാണ്? പാർലമെന്റ് അംഗങ്ങളാണ് ന്യായീകരിച്ചത്. പരസ്യമായി പറയാൻ തുടങ്ങി. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് നിതീഷ് കുമാറിനെ ഞാൻ കണ്ടു ചോദിച്ചു, ബീഹാർ, വാട്ട് ഈസ് ഹാപ്പനിങ് നിതീഷ് കുമാർ ജി? അദ്ദേഹം വേദനയുള്ളൊരു കാര്യം പറഞ്ഞു. സംഘ് പരിവാറിന്റെ ആളുകൾ വന്ന് ആവശ്യപ്പെടുന്നു, മഹാസമാധി ദിനം ആചരിക്കണം, ഗോഡ്സെയുടെ അമ്പലം ഉണ്ടാക്കണം. അതൊരാവശ്യമാണ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഗോഡ്സെക്ക് അമ്പലം ഉണ്ടാക്കണമെന്ന് പറയുന്ന ആളുകൾ, ഗോഡ്സെ തൂക്കിലേറ്റിയ ദിവസം മഹാസമാധി ദിനമായിട്ട് ആചരിക്കുന്ന ആളുകൾ, അതിന് പരസ്യമായി അതിന് പിന്തുണ കൊടുക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ,
ഇത് മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇന്നതെല്ലാം പറയാൻ തുടങ്ങി. ഈ ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദു ആരാണ്? RSSന്റെ മേധാവി പറഞ്ഞു, സംവരണത്തിനെതിരെ പറഞ്ഞത്. ഇവിടെ ശതാബ്ദങ്ങളായി, ആയിരക്കണക്കിന് വർഷമായി ഈ രാജ്യം ഭരിക്കുന്നത് ആര്? ഇവിടുത്തെ സമ്പത്ത് ആരുടെ കയ്യിലാണ്? വരണ്യമൻ്റെ ഭാഷ, അവൻ്റെ സമ്പത്ത്. ഞങ്ങൾ സോഷ്യലിസ്റ്റുകൾ ഇന്നത് പറഞ്ഞിരുന്നു. 5-10% ആളുകൾ. അവനിവിടുത്തെ ഭരണകൂടമാണ്. അവൻ്റെയാണ് ഈ അജണ്ട ഈ രാജ്യത്തിന്. അതിനെതിരായി ശബ്ദിക്കാൻ ആരുണ്ട് ഇവിടെ? അതിനെതിരായി പിന്നീട് ബഹുജന പ്രസ്ഥാനങ്ങളുണ്ടായി. ഞങ്ങളെപ്പറ്റി രാധാകൃഷ്ണൻ പറഞ്ഞു, സോഷ്യലിസ്റ്റുകൾ പിന്നെ ശരിയാണ്, ഞങ്ങൾ സംഘടനാപരമായ അരാജകവാദികളാണ്. പക്ഷെ അഭിപ്രായത്തിൻ്റെ കാലത്ത് തീർച്ചയായും മൂർച്ചയുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ദേശീയ അജണ്ടയായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചർച്ച ചെയ്യാതെ വയ്യ. ഇവിടെ സംവരണം വേണ്ടേ? സഹസ്രാബ്ദങ്ങളായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾ ഇന്ന് എവിടെയാണുള്ളത്? ഒരു കർപ്പൂരി താക്കൂർ ബാർബർ സമുദായത്തിൽപ്പെട്ടവൻ ബീഹാറിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ആ മുന്നേറ്റം കുറിച്ചത് എങ്ങനെയാണ്? ഇന്ന് അതിനൊക്കെ എതിരായിട്ടുള്ള ശബ്ദങ്ങൾ വരാൻ തുടങ്ങി. എവിടെയോ രാഷ്ട്രം പിന്നെയും എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈയിടെ ഞാൻ കർണാടകത്തിലെ എഴുത്തുകാരെ കണ്ടു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരായിരുന്നു, ഞാനും ഡോക്ടർ UR അനന്തമൂർത്തിയൊക്കെ. ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. അദ്ദേഹം മരിച്ചപ്പം മംഗലാപുരത്തിൽ പടക്കം പൊട്ടി ആഹ്ലാദിച്ചു അത്ര കുറേ ആൾ. അവർ രാമസേനയുടെ ആളുകളായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻസിനെ കല്യാണം കഴിച്ചു. അതേ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഈ രാജ്യത്തിൽ രാമായണത്തെക്കുറിച്ച് സഹ പിണറായി വിജയനോട് പറഞ്ഞു. എത്ര രാമായണങ്ങൾ ഈ രാജ്യത്തിലുണ്ട്? ബുൾക്കെ എഴുതി രാമകഥ, രാമാനുജം എഴുതി രാമനെ പറ്റി ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയുന്നുണ്ട്. ഈയിടെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ പത്രത്തിൽ, എൻ്റെ പത്രമൊന്നുമില്ല, പത്രത്തിൽ രാമനെ പറ്റി എഴുതി. ഞാൻ ഉള്ളടക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അദ്ദേഹത്തിന് മറുപടി, ഉള്ളടക്കമല്ല, ഒരു മുസൽമാൻ എങ്ങനെ രാമനെ കുറിച്ച് എഴുതുമെന്നാണ് ചോദിച്ചത്. ബഷീർ എങ്ങനെ രാമനെ കുറിച്ച് എഴുതും? അതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. രാമചരിതമാനസം എഴുതി തുളസീദാസൻ. ഞാനത് മുഴുവൻ വിശദീകരിക്കുകയല്ല. ഞാൻ അയോധ്യയിൽ പോയിട്ടുണ്ട്. രാമചരിതമാനസം ഗംഗാധരത്തിൽ രാമായണമാണ്. അദ്ദേഹം പറഞ്ഞു, ഭിക്ഷയാചിച്ച് ഞാൻ ഭക്ഷണം കഴിക്കും, മസീജിദിൽ കിടന്നുറങ്ങും. അദ്ദേഹത്തെ ജാതി പരീക്ഷ കൽപ്പിച്ച് പുറത്താക്കി. അദ്ദേഹം ഹിന്ദുവല്ലേ? അവിടുന്നാണ് രാമചരിതമാനസം ഉണ്ടായത്. ഇതെല്ലാം ഇവിടുത്തെ കഥകളാണ്, ചരിത്രങ്ങളാണ്, സത്യങ്ങളാണ്. ഇന്നൊരു മൊണോലിത്തിക്കായിട്ട് പറയുന്നത് രാമനെ പറ്റും. രാമനാര്, സീതയാരെന്നതൊക്കെ അവർ തീരുമാനിക്കുന്ന ഒരു ഏകദാനതയിൽ കൂടി കാണണമെന്ന് പറഞ്ഞ് ഈ രാജ്യം എവിടെ എത്തുക? ഇവിടെ ബഹുസ്വരത വേണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് ഇവിടെ ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ എവിടെയോ മാട്ടിറച്ചി കഴിച്ചു ഒത്തിരി ആരോ അദ്ദേഹത്തെ ചുട്ടുകൊന്നു അത്രേ, അദ്ദേഹത്തെ തല്ലിക്കൊന്നു അത്രേ. അതേക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? ഇവിടുത്തെ സിനിമാ നടന്മാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരു ആദിത്യ നാരായൺ ഒരു പാർലമെന്റ് അംഗത്തിൻ്റെ അഭിപ്രായമാണ്, അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകട്ടെ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അമിത് ഷാ ഒരു പ്രഭാഷണം നടത്തി. ഇവിടെ BJP പരാജയപ്പെട്ടാൽ പാകിസ്ഥാനിൽ ആഘോഷം നടക്കും. ഇവിടെ ആളുകൾ അവരതാണ് പറയുന്നത്, ലെറ്റ് ഗോ ടു പാകിസ്ഥാൻ. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയും. ഒരിക്കൽ കാശ്മീരിൽ പോയി, ശ്രീനഗറിൽ പോയി, ആ ടൗണിൽ പോയി ഒരു പുസ്തകശാലയിൽ പോയിരുന്നു. അന്ന് തുറന്നിരുന്നു. ഒരു 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുറേ പുസ്തകങ്ങളൊക്കെ എടുത്ത് അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, വാട്ട്സ് ഹാപ്പനിങ് മൈ ഡിയർ ഫ്രണ്ട് ഇൻ കാശ്മീർ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? അദ്ദേഹത്തിന് മറുപടി, ഫോർ പാകിസ്ഥാൻ വി ആർ ഇന്ത്യൻസ്, ഫോർ സം കൺസർവേറ്റീവ്സ് വി ആർ മുസ്ലിംസ്. ചില യാഥാസ്ഥികർക്ക് ഞങ്ങൾ മുസ്ലിമുകളാണ്, പാകിസ്ഥാൻകാർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഞങ്ങൾ എവിടെയാണ് സർ പോകേണ്ടത്? വേർ ഷാൽ വി ഗോ? ഇന്ത്യയിൽ ജനിച്ചവൻ്റെ ഖബർ ഇവിടെയല്ലേ? ഇന്ത്യയിൽ ജനിച്ചവൻ്റെ ശ്മശാനം ഇവിടെയല്ലേ? അവർ പാകിസ്ഥാനാണോ ഉള്ളത്? വേറെ രാജ്യത്തിൽ നമ്മൾ
ഇവിടെ ജനിച്ചവൻ്റെ മണ്ണാണിത്. അവരേത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഇന്ന് ഗുലാം അലി വരണമെങ്കിൽ അതിന് സമ്മതം വേണം. ശിവസേനക്കാരെ പറഞ്ഞ് ഇത് വരാൻ പാടില്ല, അദ്ദേഹം പാകിസ്ഥാൻകാരനാണ്. ആശയങ്ങൾക്കും സംഗീതത്തിനൊക്കെ അതിരുകളുണ്ടല്ലോ. ഇത് ഞാൻ ബോധഗയയിൽ പോയി, വാരാണസിയിൽ പോയി, അവിടെ ബുദ്ധൻ്റെ വലിയ സ്തൂപങ്ങൾ കണ്ടു. ജപ്പാൻകാരുണ്ടാക്കിയതാണ്, ജപ്പാനിലെ ബുദ്ധമതക്കാരുണ്ടാക്കിയതാണ്. ജപ്പാനും ചൈനയും നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചൈനയിലെ ഭരണാധിപൻ പറഞ്ഞോ, ഏതെങ്കിലും ജാപ്പാനിലെ ഒരു ഭരണാധിപൻ പറഞ്ഞോ ഇന്ത്യയിലെ ബുദ്ധൻ്റെ മതമാണ് ബുദ്ധമതം? പറഞ്ഞിട്ടില്ല. അത് അവരുടെ മതമാണ്. മതം അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കേണ്ട അവകാശം അവർക്കുണ്ട്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കണ്ടേ? ഞാനിവിടെ ഒരു കാര്യം, ഡോക്ടർ രാമനോഹർ ലോഹിയ ഞങ്ങൾക്ക് നേതൃത്വം തന്ന വലിയ ഒരാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സോഷ്യലിസ്റ്റുകളാണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് പരസ്യമായി പറയാൻ സാധിക്കുമോ? ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ടവനെ ആർക്കെങ്കിലും കൊല്ലണമെന്ന് തോന്നിയാൽ ഒരു സോഷ്യലിസ്റ്റുകാരൻ്റെ ശവത്തിൽ കൂടി ചവിട്ടിയിട്ടല്ലാതെ സാധിക്കില്ല എന്ന് പറയുന്ന കാലം വരുമോ? അന്ന് ഈ രാജ്യം ഒന്നിച്ചു നിൽക്കും. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയൊക്കെയാണ് ഈ രാജ്യമുള്ളത്. ഇന്ന് നമ്മൾ എവിടെയാണുള്ളത്? ഇന്നിവിടെ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെതിരായി പ്രതികരിക്കുന്നവരാരാണ്? എന്നോട് ആരോ ചോദിച്ചു, നിങ്ങൾ UDF-ലല്ലേ? ആണ്. മറ്റൊരു LDF-ലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, വർഗീയതയ്ക്കെതിരായി ഇന്ന് ഈ രാജ്യത്തിൽ നടക്കുന്ന പരസ്യമായിട്ടുള്ള ഈ വെല്ലുവിളിക്കെതിരായി ചില യോജിപ്പുകൾ ആവശ്യമുണ്ട്. അതിൽ മുന്നണികൾ പ്രശ്നമല്ല. ആ യോജിപ്പിൻ്റെ മേഖല വളർത്തിയില്ലെങ്കിൽ ഇത് രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കില്ല. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഇവിടെ വിഭവങ്ങൾ ചുരുങ്ങി വരുന്നുണ്ട്, ശരിയാണ്. വിഭവങ്ങൾ ചുരുങ്ങി വരുന്തോറും ഇല്ലാതാവുന്നത് എന്താണ്? വിഭവങ്ങൾക്ക് മനുഷ്യൻ്റെ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്. വെള്ളമില്ലാതാവുന്നു. ഇവിടെ വെള്ളം വിൽക്കുന്നവർ രാജ്യത്ത് വലുതാവും. ഇവിടെ കോർപ്പറേറ്റുകൾ എല്ലാം അവരെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ടൊയോട്ടോ പ്രോട്ടോക്കോൾ ഇപ്പോൾ വന്നു. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്കൊരു ദിവസം പോലും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കില്ല. എല്ലാം ഒരു കോർപ്പറേറ്റിൻ്റെ അധീനതയിൽ പോകുന്നു. മനുഷ്യനില്ലാതാവുന്നു രാജ്യത്ത്. വിഭവങ്ങൾ മുഴുവൻ കുത്തകക്കാരുടേതാവുന്നു. ഇവിടെ അതിനെതിരായ ഒരു പോരാട്ടം നടക്കണ്ടേ? എവിടെയോ ചില തുരുത്തുകൾ, ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മതിയോ? അതിനെതിരായി ഉണരേണ്ടത് ആവശ്യമില്ലേ? അങ്ങനെ ഒരു ഉണർവുണ്ടാകുമ്പോൾ ആ ഉണർവിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നവരാണ് രാജ്യദ്രോഹികൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സഖാവ് പിണറായി വിജയൻ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾക്കിന്ന് ബഹുമാനമേ ഉള്ളൂ. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായി മോദി ഉയർത്തുന്ന വെല്ലുവിളി, സംഘ് പരിവാർ ഉയർത്തുന്ന വെല്ലുവിളി, അതിനെതിരായി നിങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. അത് ശ്രദ്ധിക്കപ്പെടണം. എവിടെയോ വെച്ച് ഒരു കോംപ്രമൈസ് സാധ്യമല്ല. ഇവരുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഒരു പക്ഷേ നമ്മൾ കുറച്ച് കാലം ഉണ്ടായിരിക്കാൻ തോന്നുമായിരിക്കാം. അത് എന്നേക്കുമുള്ള ഈ രാജ്യത്തിൻ്റെ അവസാനമായിരിക്കും. അത് ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേക്കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ പല കുറിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പാർലമെൻറ്റ് ഇനി ഉണ്ടാവുമോ? ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംഘ് പരിവാറും BJPയും വിജയിച്ചിരുന്നെങ്കിൽ അവരുടെ മുഖം എന്താകുമായിരുന്നു? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ ജനങ്ങൾ മറുപടി പറഞ്ഞു. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാണത്ര. അവർ ഗ്രാമങ്ങളിലെ ജനങ്ങളാണ്. നമ്മളെത്തിയൊന്നും പഠിച്ചിട്ടില്ല. അവർ ഏതോ ചരിത്രത്തിൻ്റെ ചില മാസ്മരികതയാണ്, എനിക്കറിയില്ല. ബീഹാറിലെ ജനങ്ങൾ മറുപടി പറഞ്ഞു. അടിയന്തരാവസ്ഥയിലും അതുണ്ടായി. വടക്കേ ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരായി. കേരളത്തിൽ 20 സീറ്റുകൾ 20 നമ്മൾ തോറ്റു. കേരളത്തിലുണ്ടായത് അതാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ എവിടെയോ സംഘ് പരിവാറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ശിഥിലീകരണ ശക്തികൾക്കെതിരായി ഒരു ഭാഗത്ത് ഈ വർഗീയതയുടെ പേരിൽ
സംഘടിക്കുന്നത് കോർപ്പറേറ്റ് ആധിപത്യത്തിന് വേണ്ടിയാണ്. ഈ കോർപ്പറേറ്റ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം, വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം, ഈ രാജ്യത്തിൽ ബഹുസ്വരത നിലനിർത്തേണ്ട പോരാട്ടം, ഇത് നമ്മൾ നടത്തിയേ തീരുള്ളൂ. അതിൽ അറച്ചു നിൽക്കുന്ന ആളുകൾ, മടിച്ചു നിന്ന ആൾക്കാർ ചരിത്രത്തിൻ്റെ രാത്രിയിൽ മറക്കപ്പെടും. അവരുണ്ടാവില്ല. പോരടിക്കുന്ന ആളുകൾ മാത്രമേ നാളത്തെ സമൂഹം ഓർക്കുന്നവരായിട്ടുണ്ടാവുകയുള്ളൂ. അത്രയ്ക്ക് എനിക്ക് പറയാം. ഇന്ന് എന്നോട് ചിന്തയുടെ സഖാക്കൾ ചോദിച്ചു, ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് വളരെ സന്തോഷമുള്ളൂ. പ്രസിദ്ധീകരിച്ചു നമ്മൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തെക്കുറിച്ച് പ്രതികരണം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. ആരോ ചോദിച്ചു, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുക. ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ളതാണ്. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, പരസ്യമായ വെല്ലുവിളികൾ, ഇതിനെതിരായി പ്രതിരോധം തീർത്തേ പറ്റുള്ളൂ. ആ പ്രതിരോധം തീർക്കാൻ ഉള്ള പോരാട്ടത്തിൽ സോഷ്യലിസ്റ്റുകൾക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. സോഷ്യലിസ്റ്റുകൾ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ പറഞ്ഞ് നടക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല ഈ രാജ്യത്ത്. എൻ്റെ വിശ്വാസം അതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പോരാട്ടങ്ങൾ വരുമ്പോൾ ആ പോരാട്ടങ്ങളിൽ കൈകോർക്കേണ്ടതായിട്ട് വരും. ഞാൻ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നത്, അത് വേറെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തെ, സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ എതിരായി ശക്തികളെ ഒന്നിച്ചു നിർത്തി പോരാടേണ്ടത് നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ഏതായാലും പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. വ്യക്തിപരമായി ബഹുമാനമേ അദ്ദേഹത്തോടുള്ളൂ. അദ്ദേഹം എന്നും പോരടിച്ച ആളാണ്, പോരാട്ടത്തിൻ്റെ ആളുകളാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വീക്ഷിച്ചതുപോലെ കഴിഞ്ഞ കാലത്തെ വിശകലനങ്ങൾക്കും അപ്പുറം ഈ രാഷ്ട്രവും സമൂഹവും ഏതോ ഒരാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കണ്ണ് തുറക്കേണ്ടതായിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഉയർന്നില്ലെങ്കിൽ ഈ രാഷ്ട്രം ഒന്നായി നിൽക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന, എന്നോട് അതൊരാൾ ചോദിച്ചു, ഇന്ത്യ ഒരു രാഷ്ട്രമായിട്ട് ബെൽഗ്രേഡിൽ പോയപ്പോൾ ഒരാൾ ചോദിച്ചതാണ് പത്രക്കാരൻ. യുഗോസ്ലാവിയ 7 country. How come in India you are one? ഞങ്ങൾ പറഞ്ഞു, we can tolerate each other. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ ബഹുസ്വരതയെ അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് ഏകദാനമായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാവുന്നു, ഒരു മൊണോളിത്തിക് കൾച്ചർ ഇവിടെ ഉണ്ടാവുന്നു, അന്ന് ഈ രാഷ്ട്രം 100 കഷ്ണങ്ങളായിത്തീരും. അങ്ങനെ രാഷ്ട്രം ശിഥിലീകരിക്കുന്നു എന്നുള്ള ഭയപ്പാടിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ പുരോഗമന ശക്തികൾക്ക് അവരുടേതായിട്ടുള്ള കടമ നിർവഹിക്കാനുണ്ട്. ആ കടമ ചരിത്രത്തോട് നമ്മൾ ചെയ്യുന്ന നീതിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് വീരേന്ദ്രകുമാർ ചെയ്യുന്നു, ആര് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല. ചെയ്യാത്തവൻ അവൻ ചരിത്രത്തിൻ്റെ യാത്രയിൽ ഒറ്റപ്പെടും. ചരിത്രവും ഇനി വരുന്ന തലമുറയും അവരെ ഓർക്കില്ല. അതുകൊണ്ട് ഈ കർത്തവ്യ നിർവഹണം നമ്മളുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിന്താ പബ്ലിക്കേഷൻ കാണിച്ച ഈ സൗഹാർദ്ദത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനത്തിന് പിണറായി വിജയൻ വന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെന്തോ വലിയ ശത്രുക്കളാണെന്നൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ധരിച്ചവർക്ക് തെറ്റുപറ്റിയെന്നല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു ശത്രുതയും തമ്മിലില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും എന്നുണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ ഞങ്ങൾ സൂക്ഷ്മവും വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്നും കൂടി താങ്കൾ അറിയിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്
എൻ്റെ ഈ 15 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ച ചിന്തയോട് എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്ത പിണറായി വിജയനോട് ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചതിന്, ആ സൗഹൃദം പുതുക്കിയതിന്, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ തീർക്കാൻ സഹായിച്ചതിന് വളരെ സന്തോഷം, നന്ദിയുണ്ട് അറിയിച്ചു. അതുപോലെ സീമയോടും നിങ്ങൾ വന്നതിൽ എല്ലാവരോടും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.